സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യേശുനാഥൻ്റെ ഈ തിരുവചനം ഉൾക്കൊണ്ട് ശിശുതുല്യമായ നിഷ്കളങ്കതയോടെ ജീവിതം സമർപ്പിച്ച് സ്വർഗം കരസ്ഥമാക്കിയ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാളിനായി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ സ്ഥാപന മധ്യസ്ഥയായ ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ സഹായം യാചിക്കാം. സദ്ഗുണങ്ങളുടെ നിർഗുണമായ ഈ പുണ്യവതിയുടെ പുണ്യങ്ങളെക്കുറിച്ച് നാം ഈ ദിനങ്ങളിലായി വിചിന്തനം ചെയ്യുകയായിരുന്നു. ഏറെ പ്രത്യേകമായി ഈ വിശുദ്ധിയിൽ നിറഞ്ഞു നിന്ന കരുണ എന്ന പുണ്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹമായിരുന്നു വിശുദ്ധ ചെറുപുഷ്പത്തെ ഏറ്റവും അധികം ആകർഷിച്ചത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ യേശു വരച്ചു കാട്ടിയ പിതാവിൻ്റെ കരുണാർദ്ര സ്നേഹം വിശുദ്ധയെ പുളകം കൊള്ളിച്ചു. ദൈവകരുണയിലുള്ള ആശ്രയഭാവം പ്രാർത്ഥനാ ജീവിതത്തിലെ ഒരു നൂതന പാതയിലേക്ക് ഈ വിശുദ്ധയെ നയിച്ചു. ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാത ഒരു കുഞ്ഞിൻ്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവിടത്തോട് സമ്പൂർണ്ണ വിധേയത്വം പുലർത്തി. കരുണ നിറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ രോഗികൾക്കും പാപികൾക്കും ആശ്വാസമേകിയതുപോലെ കർമ്മമഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു കൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിലുപരി താനായിരിക്കുന്ന സമൂഹത്തിൽ കരുണയോടെ വർത്തിക്കുവാനും കാരുണ്യം തുളുമ്പുന്ന വാക്കുകളാലും കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികളാലും അവരുടെ മുറിവുണക്കാനും ഹൃദയം കുളിർപ്പിക്കാനും ഈ വിശുദ്ധയ്ക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നല്ല ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ള നന്മകളും സുഹൃതങ്ങളും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയവ എന്നതിനേക്കാൾ ദൈവേഷ്ടപ്രകാരം വിനിയോഗിക്കാൻ ദൈവം നമ്മിൽ നിക്ഷേപിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം വിശുദ്ധ ചെറുപുഷ്പത്തിനെ പോലെ നമുക്കും പരസ്പരം പങ്കുവയ്ക്കാം. ഇന്നേ ദിനം നാം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും അവരുടെ നിയോഗങ്ങളെയും വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ മാധ്യസ്ഥതയാൽ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാം. നല്ല ദൈവമേ, ഇവർക്ക് ആവശ്യമായ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളാകുന്ന റോസാപ്പൂക്കൾ കൊണ്ട് വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ മധ്യസ്ഥതയാൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.